ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ ജനറൽ ഗൈഡൻസിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ഈ 10-10 പോർട്ടൽ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വിഷസ്സാണ് നിങ്ങളുടെ ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം എന്തെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഇതിന് മുമ്പേ മാനിഫെസ്റ്റ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഓക്കെ എന്ത് ആഗ്രഹമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നടത്തി തരാൻ പോകുന്നത് ഈ 10-10 പോർട്ടലിൽ നമുക്ക് നോക്കാം. ഓക്കെ, 10-10 പോർട്ടലിനോട് അനുബന്ധിച്ചിട്ട് നമ്മൾ ഒരു ലെറ്റ്സ് സി. ഓക്കെ, നിങ്ങൾക്ക് എന്താ നിങ്ങൾ ചാടിക്കൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഒന്നല്ല, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കിട്ടാം. നമുക്ക് നോക്കാം. ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കുമല്ലോ, ഒന്ന് മാത്രം പറഞ്ഞ് നിർത്താൻ പറ്റില്ല. ഓക്കെ, നോക്കാം എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, King of Pentacles, Four of Pentacles, സ്ട്രെങ്ത്. ഞാൻ 5 കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാം. ഓക്കെ, ചാരിയറ്റ് ആൻഡ് 8 of Wands മതി. ഫൈൻ. ഓക്കെ, 5 കാര്യങ്ങൾ, 5 വിഷസ് ഞാൻ പറയുന്നുണ്ട്. അതിപ്പോൾ ആർക്ക് ഏത് നമുക്കറിയില്ലല്ലോ അല്ലേ. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണുന്ന ആദ്യത്തെ കാര്യം കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, സോ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് എന്തെങ്കിലും ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ജോലി കിട്ടുന്ന കാര്യമായിരിക്കാം. ഉള്ള ജോലിയിൽ തന്നെ ചിലപ്പോൾ പ്രൊമോഷൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വേറെന്താ, നിങ്ങൾക്ക് മേ ബി എന്തെങ്കിലും ഫൈനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലും കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് ഒരു കാര്യം ചെയ്യുന്നത്. അതിപ്പോൾ നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നു, എന്ത് തന്നെയായാലും ഓക്കെ, നിങ്ങൾ ഫൈനാൻഷ്യലി കുറച്ചുകൂടി സ്ട്രോങ് ആവുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. എന്ന് മാത്രമല്ല, ആക്ച്വലി നിങ്ങൾ കുറേ കൂടി ഹെൽത്ത് വൈസൊക്കെ നല്ല ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ സ്ട്രെങ്ത്, ഐ തിങ്ക് നിങ്ങൾ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം ഓൾറെഡി. അതിൻ്റെ റിസൾട്ടായിട്ടായിരിക്കാം നിങ്ങൾ ഹെൽത്ത് വൈസ് നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങും. ആൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, ഐ മീൻ അത് നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ. അല്ലാത്തവർക്ക് ഇവിടെ ഈവൻ നിങ്ങളൊരു വീട്, ഫാമിലി, ഓക്കെ, ഈവൻ മാരേജ്, ആക്ച്വലി മാരേജ് കൂടി ഉണ്ട് ഇതിൽ. സോ മേ ബി നിങ്ങൾക്കൊരു മാരേജ് കാര്യങ്ങൾ എന്ന രീതിക്കൊക്കെ എനിക്ക് കാണുന്നുണ്ട്. എല്ലാ തരത്തിലും ലൈക്ക് നിങ്ങൾക്കൊരു ഗ്രോത്താണ് എനിക്ക് കാണുന്നത്. ബിസിനസ്സിൽ ഗ്രോത്ത്, അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ എന്ന രീതിക്ക് എനിക്ക് കിട്ടുന്നുണ്ട്. ഈവൻ ഫാമിലിയിലായാലും നിങ്ങൾ വളരെ സ്റ്റേബിളായിട്ട് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട്, പ്രത്യേകിച്ച് ഫൈനാൻഷ്യലാണ് ഇവിടെ. അല്ല എന്നുണ്ടെങ്കിലും ലൈക്ക് ലൈഫ് തന്നെ നിങ്ങൾക്കൊരു സ്റ്റേബിളായിട്ട് ഫീൽ ചെയ്യുക, വലിയ അപ്പ് ആൻഡ് ഡൗൺ ഒന്നും ഇല്ലാതെ, ബുദ്ധിമുട്ടുകളൊന്നും അധികം വരാതെ ഒരു സ്റ്റെബിലിറ്റിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾ തന്നെ വളരെയധികം കുറേ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും, കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ള ഒരു ഇത് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ അത് അതിൽ പെടുന്നുണ്ടെങ്കിൽ അതായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ 4 of Pentacles ഉണ്ട്. ഇതിവിടെ അഗെയിൻ ഫൈനാൻഷ്യലിൻ്റെ കാര്യമാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്കത് മേ ബി ഓക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അതിൻ്റെ റിസൾട്ട് എപ്പോൾ വരും എന്ന് വല്ലതും വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. സോ അത് കിട്ടാനുള്ള ഒരു സാധ്യത എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാൻ പോസിറ്റീവ് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. സോ മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈക്ക് അഗെയിൻ ഇതും ഫൈനാൻസിൻ്റെ കാര്യം തന്നെയാണ്. നിങ്ങൾ ഉള്ളതിന് വളരെ നിങ്ങൾക്ക് നമ്മൾ പറയില്ലേ ചിലവായി പോവില്ല. ഓക്കെ, അധികം ചിലവ് വരില്ല നിങ്ങൾക്ക്. നിങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും കാര്യങ്ങൾ. നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കും, അങ്ങനെ പറയാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കും. എന്ന് മാത്രമല്ല, മേ ബി നിങ്ങൾ തന്നെ വല്ലതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കാം. ഓക്കെ, അതുമാവാം. എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന അത് നല്ല റിസൾട്ട് കൊണ്ടുവരും നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ. ഓക്കെ, 4 of Pentaclesൻ്റെ വേറെ എന്താണ് ഇവിടെ എനിക്ക് വിഷായിട്ട് നിങ്ങളുടെ ഒരാഗ്രഹം എന്ന രീതിക്ക് പറയുമ്പോൾ, മേ ബി നിങ്ങളുടെ മനസ്സിൽ ഓക്കെ ഒരുപാട് കാര്യങ്ങൾ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ അതിനൊക്കെ മേ ബി നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്ന് പറയാം. നിങ്ങൾ ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോൾ സീക്രട്ട് ആയിരിക്കാം, ഉള്ളിൽ വെച്ചിട്ട് നടക്കുന്നുണ്ടാവാം. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ആഗ്രഹം ചിലപ്പോൾ നടക്കാനുള്ള ഒരു സാധ്യതയാണ്. മേ ബി നിങ്ങൾ ഏതെങ്കിലും എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ അവർ ഓപ്പണപ്പായിട്ട് എന്തെങ്കിലും പറയണമെന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കാം എന്ന് ഫീൽ ചെയ്യുന്നു. ഓക്കെ, അതിനിവിടെ സ്ട്രെങ്ത് കാണുന്നുണ്ട്. അഗെയിൻ സ്ട്രെങ്ത് കാർഡും നമുക്ക് പറയുന്നത് ഹെൽത്തിനെ കുറിച്ചാണ്. കൂടുതലും ഹെൽത്ത് റിലേറ്റഡ് നിങ്ങളുടെ വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നടക്കാനുള്ള സാധ്യതയാണ്. ഹെൽത്ത് ബെറ്റർ ആവും. നിങ്ങൾ വളരെ
എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സ്ട്രോങ്, ആക്ച്വലി ഇത് സ്ട്രെങ്ത് ശരിക്കും ഹെൽത്തിനെ മാത്രമല്ല, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുക, വളരെ ധൈര്യം ഫീൽ ചെയ്യുക, എന്തും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ള നിങ്ങളുടെ നിങ്ങൾ തന്നെ തിരിച്ചറിയും. എന്നിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും എന്തും എന്ന രീതിക്ക്, എന്തും ഓവർകം ചെയ്യാൻ എനിക്ക് സാധിക്കും, എന്തും മറികടക്കാൻ എനിക്ക് പറ്റും എന്ന രീതിക്ക് നിങ്ങൾ തിരിച്ചറിയും. ഓക്കെ, ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടൊരു സോൾമേറ്റ് ബോണ്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു സോൾമേറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് പേർക്ക് ഒരു നല്ലൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ്, അതിപ്പോൾ ആരും ആവാട്ടോ. ഓക്കെ, സോൾമേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് മാത്രമല്ല, ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, ഓക്കെ, നല്ലൊരു കൊളീഗ്, അങ്ങനത്തെ ആരും ആവാം. ആരെങ്കിലുമായിട്ട് നല്ലൊരു സ്ട്രോങ് ബോണ്ട് നിങ്ങൾ ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ബന്ധം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ശരിക്കും മേ ബി ഇവിടെ നിങ്ങൾ ആദ്യം ആരോടെങ്കിലും, നമ്മൾ പറയില്ലേ ചേരാത്തത്, ആരോടെങ്കിലും ഫൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ അങ്ങനത്തെ വല്ല പേഴ്സണുമായിട്ടായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ സ്ട്രോങ്ങർ ആവാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവും ബന്ധം. കാരണം ഇവിടെ ഉള്ളത് ഈ ഒരു സിംഹവും ഒരു സ്ത്രീയുമാണ് ഇരിക്കുന്നത്, ഒരു ലേഡിയുമാണ് ഇരിക്കുന്നത്, അല്ലേ? സോ സിംഹത്തിനെ കൺട്രോൾ ചെയ്ത് ഈ ലേഡി നിൽക്കുന്നു, അങ്ങനെ ആലോചിച്ച് നോക്കാം. സോ ഒരു സിംഹം എത്ര ഒരു വയലൻ്റ് എന്നല്ല, വൈൽഡ് അല്ലേ അനിമൽ, അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു സ്ത്രീക്ക് സാധിക്കുന്നു, ഒരു ലേഡിക്ക് സാധിക്കുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, സ്നേഹം കൊണ്ടാണ് ജയിച്ചിട്ടുള്ളത്, അല്ലാതെ കൺട്രോൾ ചെയ്യാൻ എന്തായാലും പറ്റില്ല, അല്ലേ? ഈ സ്ത്രീക്ക് ഒരിക്കലും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ലൈനിനെ, പക്ഷേ ആ സ്നേഹം കൊണ്ട് ജയിച്ചു എന്ന് പറയാം. സോ മേ ബി അതാണ് ഞാൻ പറഞ്ഞത്, മേ ബി നിങ്ങൾ ഇതുവരെ മുമ്പ് നിങ്ങൾ ആരോടെങ്കിലും ഫൈറ്റോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു തർക്കമോ അല്ലെങ്കിൽ ഒട്ടും നമ്മൾ ചേരാത്ത ആരെങ്കിലും വ്യക്തി, അവരുമായിട്ടായിരിക്കും ചിലപ്പോൾ നല്ലൊരു ബന്ധം ഉണ്ടാവുന്നത്. ഈവൻ റിലേഷൻഷിപ്പ് ആവാം, ഞാൻ പറഞ്ഞ പോലെ സോൾമേറ്റിൻ്റെ തരത്തിലാവാം, അല്ലെങ്കിൽ ഒരു ഈവൻ ഫ്രണ്ട്സോ ഫാമിലിയോ അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ബോസോ ആരും ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ ജയിക്കുന്നതായിട്ട് കൂടി കാണുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ജയിക്കുന്നതായിട്ട് കൂടി കാണുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങളുടെ ആഗ്രഹത്തിൽ ഏത് പെടുന്നു നിങ്ങളെടുത്തോളും. ഓക്കെ, ചാരിറ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, ചാരിറ്റ് പറയുന്നത് ഒന്ന്, നിങ്ങളുടെ ലൈഫിൽ യാത്രകൾ വരാനുള്ള സാധ്യതയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് നടക്കുന്നതായിരിക്കാം. ജസ്റ്റ് ട്രാവലിംഗ്, ഓക്കെ, ട്രാവലിംഗ് ഇഷ്ടമുള്ളത് എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. സിമ്പിളായിട്ട് വെറുതെ ട്രാവൽ ഇഷ്ടം എന്ന രീതിക്ക് അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജോലിക്കോ പഠിക്കാനോ നിങ്ങൾ പുറത്തു പോകാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും. ഓക്കെ, ഒരു മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ചാരിറ്റ് നമുക്ക് എന്തായാലും ഒരു യാത്ര എന്ന രീതിക്കാണ്. ഈവൻ അബ്രോഡ് പോയിട്ട് പഠിക്കുക, ജോലിക്ക്, എന്തിനായാലും ഓക്കെ, മേ ബി അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. വിസ കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന കാര്യം കൂടിയാണ്. ഓക്കെ, നിങ്ങൾ തന്നെ ചില കാര്യങ്ങൾ, നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹം നല്ലോണം ഉണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ, ആ ആഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും, സക്സസ് കിട്ടും, നിങ്ങൾക്ക് വിക്ടറി കിട്ടും. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് ഒരു ജയിക്കാനുള്ള ഒരു തീർച്ചയായിട്ടും ഇവിടെ ഒരു വിക്ടറി, വിന്നിങ് നിങ്ങളായിരിക്കും. എന്ത് തന്നെ നിങ്ങൾ ചെയ്താലും അതിൽ നിങ്ങൾ ജയിക്കും എന്ന രീതിക്കാണ്. ലൈഫ് നിങ്ങളുടെ കുറേ കാലമായിട്ട് സ്റ്റക്കായിരുന്നു, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും കാര്യങ്ങൾ. കുറച്ച് പേർക്ക് ചിലപ്പോൾ സ്ഥലം മാറ്റമായിരിക്കാം, ജസ്റ്റ് ഒരു യാത്ര, അതായത് ഇപ്പോൾ ജോലിക്ക് വേണ്ടി സ്ഥലം മാറുക, ഓഫീസ് മാറുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. വീട് മാറലും വരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഇവിടെ അഗൈൻ എന്തോ ഒന്നുകൂടി ഞാൻ പറയണം വിചാരിച്ചു, എനിക്ക് വിട്ടുപോയി. ഓക്കെ, ഇപ്പോൾ അത് ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കും. ഓക്കെ, അതുകൂടിയുണ്ട് ഇവിടെ. നിങ്ങൾ ഉറച്ച ചില തീരുമാനങ്ങൾ എടുക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് അതെടുക്കാൻ സാധിക്കും. നിങ്ങൾ കുറേ ആയിട്ട് കൺഫ്യൂസ്ഡ് ആയിരുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് അതിനെ ഫോക്കസ് വെച്ച് നിങ്ങൾ എന്തെങ്കിലും കാര്യം തീരുമാനിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ അതായത് മൈൻഡ് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യും. മൈൻഡ് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രാക്ട് ആയിട്ട് പോകാമെന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടാവും, പക്ഷേ നമ്മൾ മനസ്സ് ഒരു ഭാഗത്തിരിക്കില്ല, അങ്ങോട്ട് പോകും. സോ അങ്ങനെ അതിനെയൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്കൊരു തീരുമാനമെടുത്ത് എന്താ വേണ്ടത് എന്ന് ഫോക്കസ് വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ 8 of Wands നമ്മൾ മൂവ്മെൻ്റ് ആണ്. അഗെയിൻ മൂവ്മെൻ്റ് ആണ്. കുറച്ച് പേർക്ക് ഇത് യാത്ര തന്നെയാണ്. 2 കാർഡും വരുന്നുണ്ട്. സോ യാത്രയുടെ കാര്യം എടുത്ത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അഗെയിൻ ഫാസ്റ്റ് മൂവ്മെൻറ്റ്. ഇത് രണ്ടിലും കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. അഗെയിൻ ഫാസ്റ്റ് മൂവിങ് എനർജി എന്ന് പറയാം. ഓക്കെ, ഒരു മൂവ്മെൻറ്റിൻ്റെ കാര്യമാണ്. മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റം, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുന്ന കാര്യങ്ങളാണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് മെസ്സേജ് വരുമെന്ന് പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, എന്ത് കാര്യത്തിനെ കുറിച്ചും ആവാം, ജോലിയെ കുറിച്ചാവാം, കരിയറിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ അപ്ലിക്കേഷനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആയിരിക്കും. അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ പുറത്തൊക്കെ പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിവിടെ ഡബിൾ പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. മെസ്സേജസ് വരുന്ന കാര്യമുണ്ട്. സോ ആരുടെയെങ്കിലും കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വരും. കുറച്ച് പേർക്ക് ഇവിടെ വേറെ എന്തൊക്കെയാണ്,
ഓക്കെ. അഗൈൻ ഇതിലും രണ്ടിലും എനിക്ക് ലൈഫിൻ്റെ ഒരു മൂവിങ് ആണ് കാണുന്നത്. അതായത് ലൈഫ് മുന്നോട്ട് പോകുന്നതായിട്ട്, അതും സ്പീഡിലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്ന പോലെ. ഓക്കെ, അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ എനിക്ക് കിട്ടുന്നത്. ഓക്കെ, സോ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിച്ചു. ഇതിൽ നിങ്ങൾക്ക് ഏതായിരിക്കും, നിങ്ങൾ എന്തെങ്കിലും ഇതിൽ ആഗ്രഹങ്ങളുമായിട്ട് മാച്ച് ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഇവിടെ കൗണ്ട് ഡൗൺ തുടങ്ങിയത് അത് എൻ്റെ വീഡിയോ 10 മിനിറ്റാണ് റെക്കോർഡാവുക. അത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും. സോ 10 എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയതും 10 എന്ന് കാണും. സോ 10 പോർട്ടൽ നമുക്ക് നല്ല എല്ലാ ലക്കും കൊണ്ടുവരട്ടെ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് ആയിട്ട് കൂടി ഞാൻ പറയാം. ഇതിലും അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിന് ഒരു പോസിറ്റീവ് ഗൈഡൻസ്, നിങ്ങൾ ലൈഫിൻ്റെ ഒരു ഹോപ്പ് വെച്ച്, ഒരു പ്രതീക്ഷ വെച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ. ഓക്കെ, ഇറ്റ് ഈസ് എ ഗൈഡൻസ് ഫ്രം യൂണിവേഴ്സ്. വീണ്ടും ഒരുപാട് കൺഫർമേഷൻ ഒരേ കാര്യത്തിൻ്റെ വരുന്നുണ്ട്. ടൈം ടു ഗോ. മാറ്റങ്ങൾ, മൂവിങ്, ചേഞ്ചസ്, സ്ഥലം മാറ്റം, യാത്ര, എവിടുന്നോ എവിടേക്കോ പോകല്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും വിട്ടുപോകലായിരിക്കാം, എവിടേക്കെങ്കിലും മാറിപ്പോകുന്നതായിരിക്കാം. ഇങ്ങോട്ട് പോകാനാണ് നിങ്ങളോട് പറയുന്നത്. റെഡി ആയിക്കോളൂ, പാക്ക് ചെയ്തോളൂ. അങ്ങനത്തെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങിക്കോളൂ. ടൈം ടു ഗോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും വെരി നൈസ്. 3 കാർഡാണ് നമുക്ക് വന്നത്. ക്ലീൻ ഇറ്റ് അപ്പ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, chaos and conflict. ഓക്കെ, വാവ്. കണക്ഷൻസ്, വെരി നൈസ്, ഐ ലൈക്ക് ഇറ്റ്. ഒബ്സർവർ, ഗുഡ്. ഒന്നുകൂടി എടുത്തേക്കാം. യാങ് എനർജി, ഫൈൻ. ഓക്കെ, ഇവിടെ ഒന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മാസ്കുലൈൻ എനർജിയിലേക്ക് വരിക എന്നാണ്. ഓക്കെ, ആക്ച്വലി ഇതിവിടെ മാസ്കുലൈൻ എനർജി ആണ്. ഞാൻ കിങ് ഓഫ് പെന്റക്കിൾസ് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങളൊരു സ്റ്റേബിളായിട്ട് നിൽക്കും. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ നല്ല രീതിയിൽ, കരിയർ ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ മാസ്കുലൈൻ എന്ന് പറയുമ്പോൾ ഈവൻ ലേഡീസിൻ്റെ ഉള്ളിൽ, അതായത് നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, വളരെ ഇമോഷണൽ ആവാതെ ഓരോന്നിനെയും ഡീൽ ചെയ്യുക. അതിനെയൊക്കെയാണ് നമ്മൾ ഈ മാസ്കുലൈൻ എനർജി എന്ന് വിളിക്കുക. ഓക്കെ, സോ അങ്ങനെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് ഇവിടെ ഓൾറെഡി നമുക്ക് കിങ് ഓഫ് പെന്റക്കിൾസ് വന്നിരുന്നു. സോ യെസ്, ഐ തിങ്ക് നിങ്ങൾ അങ്ങനെ ആവുന്നുണ്ട്. ക്ലീൻ ഇറ്റ് അപ്പ് ഉണ്ട്. നിങ്ങളോട് പറയുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ലൈഫിലുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ആവും എന്ന രീതിയിലാണ്. ഇവിടെ കെയോസ് ആൻഡ് കോൺഫ്ലിക്റ്റും ഉണ്ട്. രണ്ടും ഒരുവിധം സിമിലർ ആണ്. സോ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി വരും. ഓക്കെ, അതൊക്കെ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. മേ ബി ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടായിരിക്കാം, കോൺവെർസേഷൻ ആയിരിക്കാം. ഓക്കെ, സംസാരിച്ചിട്ടോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണ്. കെയോസ് ആൻഡ് കോൺഫ്ലിക്റ്റ് കുറച്ച് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ എന്തൊരു കാര്യം, നിങ്ങളുടെ ഒരു വിഷൻ്റെ ഏതൊരു വിഷയം എടുത്താലും ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ചില തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, തടസ്സങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് മറികടക്കാനും സാധിക്കും എന്നാണ്. ഒബ്സർവർ കാണുന്നുണ്ട്. സോ നിങ്ങളോട് പറയുന്നുണ്ട് എല്ലാം കാണാം, നോക്കി മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. എല്ലാം നല്ലോണം ഓരോ കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, ഒബ്സർവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരുന്നാൽ മതി. നിങ്ങളൊന്നും റിയാക്ഷന് നിൽക്കരുത്. എല്ലാം കാണുക, കേൾക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അതാണ് നിങ്ങളിപ്പോൾ ചെയ്യാനുള്ളത് തൽക്കാലം. ആൻഡ് നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനൊക്കെ തുടങ്ങുക. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ആവും എന്നുള്ളൊരു ഇൻഡിക്കേഷൻ കിട്ടുന്നുണ്ട് ഇവിടെ. ഓക്കെ, നമ്പേഴ്സ് വേണമെങ്കിൽ പറയാം. ഇവിടെ 45, 21, 33, what was this, 49, 1. Okay, so 9, 3. ഇവിടെ 3 ഉണ്ടായിരുന്നു ഓൾറെഡി. 3 വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു സ്പിരിച്വൽ നമ്പറായിട്ട് നമ്മൾ എടുക്കാം. അതായത് നിങ്ങൾ ലൈഫിലൊരു സ്പിരിച്വലായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് എടുക്കാം നമുക്ക്. എനിവേ 3 അപ്പോൾ 6 ആണ്. ആൻഡ് ഇവിടെ 49, അപ്പോൾ 13 ആണിത്. 13 ആണ്. സോ 4 അഗൈൻ 1 ഉണ്ട് ഇവിടെ. ഓക്കെ, സോ ഇതൊക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസനേറ്റ് ആവാം. എല്ലാവർക്കും എനിവേ നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം 10 പോർട്ടലിലേക്ക് എല്ലാം നടക്കട്ടെ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.